ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മളുടെ CA ഫൈനൽ FR പേപ്പറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 20 കോൺസെപ്റ്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ രണ്ടാമതായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ഒരു ബേസിക് കോൺസെപ്റ്റാണ്. എന്നാൽ ഈ ബേസിക് കോൺസെപ്റ്റ് ആണെങ്കിലും പലർക്കും കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് എടുക്കാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദി കോൺസെപ്റ്റ് ഓഫ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. അപ്പോൾ എന്താണ് ഈ അതർ കോംപ്രഹെൻസീവ് ഇൻകം ഓർ OCA എന്ന കൺഫ്യൂഷനുള്ള ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. പലപ്പോഴും സ്റ്റുഡൻസ് ആണെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെങ്കിലും ഒക്കെ കൃത്യമായ ധാരണ പലപ്പോഴും ഈ OCA എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഇല്ലാതെ ഡൗട്ട് ചോദിക്കുന്ന ഒത്തിരി സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് OCI അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അടുത്ത ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റായിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം ഈ OCA എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കോൺസെപ്ഷൻ ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലെ ഇൻകം, എക്സ്പെൻസ് ഈ രണ്ട് ഡെഫിനിഷൻസ് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഇൻകം, എക്സ്പെൻസ് എന്ന് പറയുന്ന ഡെഫിനിഷൻസ് നമ്മളുടെ കോൺസെപ്ഷൻ ഫ്രെയിംവർക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇൻകത്തിന് അവർ പറയുന്ന ഡെഫിനിഷൻ ഇതാണ്: ഇൻകം മീൻസ് ഇറ്റ് ഈസ് എൻ ഇൻക്രീസ് ഇൻ അസെറ്റ് ഓർ ഡിക്രീസ് ഇൻ ലയബിലിറ്റി that will ultimately result in increase in equity other than the contribution from holders of equity claim. നമ്മുടെ ഓണേഴ്സിൽ നിന്ന് ഇക്വിറ്റി കോൺട്രിബ്യൂഷൻ പോലെ കിട്ടുന്ന പൈസ ഒഴികെ, അങ്ങനെ കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ് ഒഴികെ നിങ്ങളുടെ അസറ്റ് കൂടി, നെറ്റ് അസറ്റ്സ് കൂടി, നിങ്ങളുടെ ലയബിലിറ്റി കുറഞ്ഞു, നെറ്റ് അസറ്റ്സ് കൂടി, ഈ ഇമ്പാക്റ്റ് വരുന്ന ഏതൊരു ഐറ്റവും ഇൻകമാണ്. സിമിലർലി നമ്മളുടെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ അസെറ്റ് that is decreasing your equity, or increase in liability that is ultimately decreasing your equity. Decrease in asset or increase in liability that result in decrease in equity other than those relating to distribution to holders of equity claim. നമ്മുടെ ഓണേഴ്സിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൈസ അല്ലാതെ ഡിവിഡൻഡ്, നമ്മൾ ബൈബാക്കിൽ കൊടുക്കുന്ന പൈസ, അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ടു ഇക്വിറ്റി ഹോൾഡേഴ്സ് ഓഫ് ഇക്വിറ്റി ക്ലെയിം അല്ലാതെ നമ്മുടെ അസറ്റ് കുറയുന്നു, ഇക്വിറ്റിയും കുറയും, നിങ്ങളുടെ ലയബിലിറ്റി കൂടുന്നു, ഇക്വിറ്റി കുറയുന്നു, ആ ഇമ്പാക്റ്റ് വരുന്ന ഏതൊരു ഐറ്റം വന്നാലും അത് എക്സ്പെൻസ് ആണ്. ഇതാണ് കോൺസെപ്ഷൻ ഫ്രെയിംവർക്കിൽ ഇൻകം, എക്സ്പെൻസ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം എടുക്കാം. നമ്മളുടെ റീവാലുവേഷൻ നമ്മൾ നടത്തുവാണ് PPEയിൽ. നമ്മൾ PPEയുടെ റീവാലുവേഷൻ നടത്തിയപ്പോൾ അവിടെ ഒരു ഇൻക്രീസ് ഉണ്ടായി. അപ്പോൾ അത് ബൈ ഡെഫിനിഷൻ നോക്കിയാൽ ഇറ്റ് ഈസ് എൻ ഇൻക്രീസ് ഇൻ അസെറ്റ്. ഓക്കെ, അവിടെ ആ ഇൻക്രീസ് ഇൻ അസെറ്റ് നമ്മളുടെ നെറ്റ് അസെറ്റ്സ് കൂടുന്ന ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പണ്ട് അക്കൗണ്ട്സിൽ പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പ്രൂഡൻസ് കോൺസെപ്റ്റ്. പ്രൂഡൻസ് കോൺസെപ്റ്റ് അനുസരിച്ച് പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അത്ര പ്രോപ്പർ അല്ല. അപ്പോൾ PPE പോലെ ലോങ് ടേമിലേക്ക് ഉപയോഗിക്കുന്ന ഒരു അസറ്റിൽ അതിൻ്റെ വാല്യൂ കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ഗെയിൻ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ടാൽ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് റോങ് ആയിട്ടുള്ള ഒരു പിക്ചർ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് പ്രൊവൈഡ് ചെയ്യും. നമ്മളിപ്പം ട്രേഡിങ്ങിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡിങ്ങിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഫെയർ വാല്യൂ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നിയർ ഫ്യൂച്ചറിൽ റിയലൈസ് ആവുന്നതാണെന്നെങ്കിലും വിചാരിക്കാം. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അല്ല ഒരു PPE പോലുള്ള അസറ്റിൽ നമ്മൾ ഫെയർ വാല്യൂ ഇൻക്രീസ് കൊണ്ടുപോയി P&L ഇട്ടാൽ. അപ്പോൾ പ്രൂഡൻസ് കോൺസെപ്റ്റ് കംപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി യൂസേഴ്സിൻ്റെ പെർഫോമൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഈ വന്നിരിക്കുന്ന ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം P&L എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ റെലവൻസ് എന്ന് പറയുന്ന പോയിന്റ് നമ്മളുടെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പ്രൂഡൻസ് കോൺസെപ്റ്റ് കംപ്ലൈ ചെയ്യാനായിട്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചില ഐറ്റം ഇൻകത്തിൻ്റെ, എക്സ്പെൻസിൻ്റെ ഡെഫിനിഷൻ ഫ്രെയിംവർക്ക് കൊണ്ട് മീറ്റ് ചെയ്താലും നമ്മൾ സാധാരണ പോലെ P&Lലേക്ക് ഇൻകമോ എക്സ്പെൻസോ ആയിട്ട് കാണിക്കില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് തന്നെ അങ്ങനെ ചില ഐറ്റം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏതാണ് ഫ്രെയിം ചെയ്യുമ്പോൾ, സ്റ്റാൻഡേർഡ് ഫ്രെയിം ചെയ്യുമ്പോൾ തന്നെ ചില ഐറ്റം ദാറ്റ് മീറ്റ്സ് ഡെഫിനിഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ്. പക്ഷേ അതെന്താണ്, നമ്മളുടെ ഇൻകം ഓർ ആ ഒരു ഇൻകം അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസ് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് ഇൻക്ലൂഡ് ചെയ്താൽ അത് ചില അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന് വയലേഷൻ ആവും, അല്ലെങ്കിൽ യൂസേഴ്സിന് റെലവൻ്റ് ആയിരിക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് പ്രോഫിറ്റ് ഓർ ലോസിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇൻകം ഓർ എക്സ്പെൻസ് വിച്ച് ആർ റൂട്ടഡ് ഔട്ട്സൈഡ് P&L, സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് പറയുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻകമോ എക്സ്പെൻസോ
പി ആൻഡ് എല്ലിന് പുറത്തു വഴി നമ്മൾ റൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻകം എക്സ്പെൻസ് കാണിക്കാൻ വേണ്ടി യൂസേഴ്സിന് അങ്ങനെയുള്ള ഐറ്റംസ് ഒരു സ്ഥലത്ത് കാണാൻ വേണ്ടി ഇൻഡ് എസിൽ നമുക്ക് അഡീഷണലി കാണിക്കുന്ന ഒരു സെക്ഷനാണ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. ഓക്കെ, അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ചെയ്തിരുന്ന ഐറ്റംസ്, അത് ഇൻഡ് എസ് പെർസ്പെക്റ്റീവിൽ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഇൻഡ് എസ് ലിസ്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പീരിയഡിൽ വന്ന ഐറ്റംസ് എല്ലാം കൂടി ഒരുമിച്ച് യൂസേഴ്സിന് കാണാനായിട്ടുള്ള ഒരു സെക്ഷൻ, ദാറ്റ് ഈസ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. അപ്പോൾ ഇൻകം എക്സ്പെൻസ് മീറ്റ് ചെയ്തു, നോർമൽ ഐറ്റം ആണ്, ആ ഡെഫിനിഷൻ മീറ്റ് ചെയ്തിട്ട് നോർമൽ ഐറ്റം ആണ് പ്രോഫിറ്റ് ഓർ ലോസ് ഡിറ്റർമിനേഷനിൽ എടുത്തെങ്കിൽ പി ആൻഡ് എല്ലിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ് കമ്പ്യൂട്ടേഷനിൽ വരും. ഇൻകം എക്സ്പെൻസ് ഡെഫിനിഷൻ മീറ്റ് ചെയ്തു, പക്ഷെ ഔട്ട്സൈഡ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഏതെങ്കിലും സ്റ്റാൻഡേർഡ് പറയുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റം കാണിക്കാൻ വേണ്ടി അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറയുന്ന സെക്ഷനും കൊടുത്തു. ഇനി ഈ പറയുന്ന പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡും അതർ കോംപ്രഹെൻസീവ് ഇൻകം കൂടി ചേരുമ്പോൾ ആ പീരിയഡിലെ ഇൻകം മൈനസ് എക്സ്പെൻസ് മൊത്തം എത്ര ചേഞ്ച് ഇൻ ഇക്വിറ്റി പോലെ നമുക്ക് വന്നേക്കുന്ന എമൗണ്ട് ഉണ്ടോ, പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ടോ, അതാണ് നമ്മൾ ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക. ഇതാണ് OCA എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ബേസിക് അണ്ടർലൈൻ ലോജിക് ഉള്ളത്. ഇനി OCAയിൽ ഒരു ഐറ്റം ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആരാ തീരുമാനിക്കുക എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇപ്പം ആസ് എ പ്രിപ്പയർ, ഞാൻ ഒരു ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുവാണ്, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുവാണ്, എനിക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഒരു ഐറ്റത്തിനെ OCA കൊണ്ടുപോയിടാൻ പറ്റില്ല. ലെറ്റ് സേ ഒരു കമ്പനി, ഞാൻ സബ്സിഡറിക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്, സബ്സിഡറിയുടെ ലോണിലുള്ള ഇൻട്രസ്റ്റ് നിയർ ഫ്യൂച്ചറിലൊന്നും എനിക്ക് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ പി ആൻഡ് എല്ലിലേക്ക് ഇടുന്നില്ല, OCAയിലേക്കാണ് എടുക്കുന്നതെന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് ഓരോ സ്റ്റാൻഡേർഡ്സ് ഫ്രെയിം ചെയ്യുമ്പോൾ OCAയിലേക്ക് ഏതെങ്കിലും പോകണോ വേണ്ടിയോ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ OCAയിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. The decision to route an item through OCI is not left with management or preparers. It is mandated by respective Ind AS. അഡീഷണൽ ഐറ്റം നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച്, ഇൻഡ് എസിൽ പറയാത്ത ഐറ്റംസ് ഒന്നും നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് OCAയിലേക്ക് നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഒരു OCAയിൽ ഇടാൻ പറ്റുന്ന ഐറ്റത്തിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലോസ്ഡ് ലിസ്റ്റ് ഡിറ്റർമൈൻഡ് ഓൺലി ബൈ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് എക്സാം പേഴ്സ്പെക്റ്റീവിലല്ല, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പേഴ്സ്പെക്റ്റീവിൽ പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും OCAയിൽ ഇട്ടിട്ടുണ്ടോ അത് ഏതെങ്കിലും സ്റ്റാൻഡേർഡ് റിക്വയർ ചെയ്യുകയോ പെർമിറ്റ് ചെയ്തേക്കുകയോ ചെയ്തിരിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കണം. ഇനി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ OCAയുടെ ഡെഫിനിഷൻ ഈ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ ഇൻഡ് AS 1ലേക്ക് വന്നാൽ OCAയുടെ ഡെഫിനിഷൻ നമുക്ക് കൃത്യമായിട്ട് ഇപ്പം മനസ്സിലാക്കാനായിട്ട് പറ്റും. അതർ കോംപ്രഹെൻസീവ് ഇൻകം കംപ്രൈസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ് including reclassification adjustment that are not recognized in profit or loss as required or permitted by other Ind AS. ഏതെങ്കിലും ഒരു Ind ASൽ പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിൽ പെർമിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഇൻകമോ എക്സ്പെൻസോ പ്രോഫിറ്റ് ഓർ ലോസിൽ കൊണ്ടുപോയില്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റം കാണിക്കാനുള്ള ഹെഡാണ് അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്നാണ് Ind AS 1ലെ ഡെഫിനിഷൻ തന്നെ. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി OCA കോമ്പോണൻസിലേക്ക് വരുമ്പോൾ ഈ OCA കോമ്പോണൻസ് തന്നെ രണ്ട് രീതിയിലുണ്ട്. റീക്ലാസിഫയബിൾ ആയിട്ടുള്ള കോമ്പോണൻസും ഉണ്ട്, നോൺ റീക്ലാസിഫയബിൾ ആയിട്ടുള്ള കോമ്പോണൻസും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ റീക്ലാസിഫയബിൾ, എന്താണ് നോൺ റീക്ലാസിഫയബിൾ എന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ റീവാല്യൂ ചെയ്ത ഒരു അസറ്റിൽ, ആ റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് ഒരിക്കൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റ് വിൽക്കുന്ന സമയത്ത് പോലും പിന്നീട് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ് ഡിറ്റർമിനേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് അലോ ചെയ്യുന്നില്ല. ഓക്കെ, അത് വിറ്റ് കഴിയുമ്പോൾ റീറ്റെയിൻഡ് ഏണിങ്സിലേക്ക് നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, റീറ്റെയിൻഡ് ഏണിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ് ആ ഒരു ഐറ്റം പോയി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡിലേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് SOPLലേക്ക് തിരിച്ച് വീണ്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനത്തെ ഐറ്റത്തിനെ നോൺ റീക്ലാസിഫയബിൾ ഐറ്റം എന്ന് പറയും. നേരെ മറിച്ച് നമ്മളുടെ ഫോറിൻ കറൻസി ട്രാൻസ്ലേഷൻ റിസർവ് ഒക്കെ ഉണ്ട്, നമ്മളുടെ നമ്മുടെ ഫോറിൻ ഓപ്പറേഷൻ ഉണ്ട്, അവരുടെ ട്രാൻസ്ലേഷനിലൊക്കെ ഒരു ഡിഫറൻസ് വന്നാൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെയുള്ള ഐറ്റം വരുമ്പോൾ അങ്ങനെ ഒരു ഐറ്റം വരുമ്പോൾ ആ സബ്സിഡറിനെ എന്നാണോ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഫോറിൻ ഓപ്പറേഷൻ എന്നാണോ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്, ആ ഒരു പോയിന്റ് ടൈമിൽ FCTR അക്കൗണ്ടിലെ ബാലൻസിനെ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
അപ്പം അങ്ങനെയുള്ള ഗൈഡൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ആ രീതിയിലുള്ള ഐറ്റമാണ് ഒരു പോയിന്റിൽ നമ്മൾ ഒ സിയിൽ എടുത്തു. പിന്നീട് ഒരു ലേറ്റർ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എമൗണ്ടിനെ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ റീക്ലാസിഫയബിൾ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒ സി കോമ്പോണൻസ് ഒരു 6 എണ്ണമാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ വരുന്ന ഒന്നാമത്തെ ഐറ്റമാണ് റീവാലുവേഷൻ സർപ്ലസ്, പി പി ഇയിലോ ഇൻടാഞ്ചിബിൾ അസറ്റിലോ ഉള്ളത്. അത് നമുക്ക് റീക്ലാസിഫയബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇനി നമുക്ക് ഇൻഡേസ് 19 എംപ്ലോയി ബെനിഫിറ്റിൽ ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ ആക്ച്വറിയൽ വാല്യുവേഷൻ എടുക്കുമ്പോൾ ആക്ച്വറിയൽ അസംഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് വരുന്ന ആക്ച്വറിയൽ ഗെയിൻ ഓർ ലോസ് ഉണ്ടാവും. അതും ഒരു ഒ സി കോമ്പോണൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. അതും നോൺ റീക്ലാസിഫയബിൾ ഇൻ നേച്ചറാണ്. പക്ഷേ ഇൻഡേസ് 21 പ്രകാരം ദി ഇഫക്ട്സ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് പ്രകാരം ഒരു ഫോറിൻ ഓപ്പറേഷനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച് ഡിഫറൻസ് വന്നാൽ അത് ഇനീഷ്യലി ഫോറിൻ കറൻസി ട്രാൻസ്ലേഷൻ റിസർവിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം എപ്പോഴാണോ ഓപ്പറേഷനെ ഡിസ്പോസ് ചെയ്യുന്നത് അന്ന് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് എടുക്കാൻ പറ്റും. സോ അപ്പോൾ അതൊരു റീക്ലാസിഫയബിൾ ആയിട്ടുള്ള ഒ സി എലമെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ എഫ് ഇ ടി ഒ സി ഐ മോഡലുണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സ്റ്റാൻഡേർഡിൽ. ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ എഫ് ഇ ടി ഒ സി ഐ മോഡലാണ് എങ്കിൽ അത് നോർമലി റീക്ലാസിഫയബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നേരെ മറിച്ച് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് നമ്മൾ എഫ് ഇ ടി ഒ സിയിലേക്ക് ഡെസിഗ്നേറ്റ് ചെയ്യും. ഒരു ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് വാങ്ങുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർ ഒക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ തരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എഫ് ഇ ടി ഒ സിയിലേക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാമെന്ന് ഇൻഡേസ് 109 ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. അങ്ങനെ ഓപ്ഷൻ എടുത്തുകൊണ്ട് എഫ് ഇ ടി ഒ സി ഫോളോ ചെയ്തതാണെങ്കിൽ അതൊരു നോൺ റീക്ലാസിഫയബിൾ ആയിട്ടുള്ള ഒരു ഒ സി കോമ്പോണന്റ് ആണ്. പിന്നെ നമുക്ക് ഹെഡ്ജ് അക്കൗണ്ടിങ് മോഡൽ ഇൻഡേസ് 109 അപ്പോൾ ഹെഡ്ജ് അക്കൗണ്ടിങ് മോഡലിൽ ക്യാഷ് ഫ്ലോ ഹെഡ്ജ് വന്നാൽ അതിന് ഇഫക്റ്റീവ് പോർഷൻ ആദ്യം നമ്മൾ ഹെഡ്ജ്ഡ് ഐറ്റത്തിൻ്റെയും ഹെഡ്ജിങ് ഇൻസ്ട്രുമെന്റിന്റെയും ഗെയിനും ലോസും ക്യാഷ് ഫ്ലോ ഹെഡ്ജ് റിസർവിലേക്കാണ് ഇഫക്റ്റീവ് പോർഷനെ കൊണ്ടുപോവുക. എന്നിട്ട് എപ്പോഴാണോ ആ ട്രാൻസാക്ഷൻ ആക്ച്വലി നടക്കുന്നത് ആ പോയിന്റ് ടൈമിൽ നമ്മൾ അതിനെ എപ്പോഴാണോ നമ്മുടെ ഒന്നുകിൽ പി ആൻഡ് എല്ലിലേക്ക് അല്ലെങ്കിൽ ഇപ്പം ഒരു നോൺ ഫിനാൻഷ്യൽ ഐറ്റം വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റിലേക്കൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ ഫിഗറിനെ ആ റിസർവിലുള്ള ബാലൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇഫക്റ്റീവ് പോർഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഹെഡ്ജ് റിസർവിൻ്റെ ഇഫക്റ്റീവ് പോർഷൻ അതും നമുക്കൊരു റീക്ലാസിഫയബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വരുന്നതിൽ റീവാലുവേഷൻ, അതുപോലെ തന്നെ ഏതാണ് നമ്മളുടെ ഈ പറയുന്ന ആക്ച്വറിയൽ ഗെയിൻ ഓർ ലോസ്, നമ്മളുടെ എംപ്ലോയി ബെനിഫിറ്റ്, ഇനി ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ഡെസിഗ്നേറ്റഡ് എഫ് ഇ ടി ഒ സി ഐ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലുള്ളത് ഇതൊക്കെ നോൺ റീക്ലാസിഫയബിൾ ആണ്. നേരെ മറിച്ച് എക്സ്ചേഞ്ച് ഡിഫറൻസ് ഫ്രം ഫോറിൻ ഓപ്പറേഷൻ, ഡെറ്റ് ഇൻസ്ട്രുമെന്റ് അറ്റ് എഫ് ഇ ടി ഒ സി ഐ ഇതൊക്കെ നമുക്ക് റീക്ലാസിഫയബിളുമാണ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പലപ്പോഴും ബിസിനസ് കോമ്പിനേഷൻ പോലുള്ള പ്രോബ്ലത്തിൽ നമുക്ക് ഇക്വിറ്റി മെത്തേഡ് ഡിസ്കണ്ടിന്യൂവേഷൻ കാണുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ പലപ്പോഴും കാണാറുള്ള ഐറ്റംസ് ആണ് ഈ റീവാലുവേഷൻ സർപ്ലസ്, അതുപോലെ തന്നെ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് അറ്റ് എഫ് ഇ ടി ഒ സി ഐ, ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് അറ്റ് എഫ് ഇ ടി ഒ സി ഐ, എക്സ്ചേഞ്ച് ഡിഫറൻസ്, ഇങ്ങനെയുള്ള ഒ സി കോമ്പണൻസ് അവർ തരാറുണ്ട്. അപ്പോൾ റീക്ലാസിഫയബിൾ ആണോ നോൺ റീക്ലാസിഫയബിൾ ആണോ എന്നനുസരിച്ച് ആ ഡിസ്കണ്ടിന്യൂവേഷനുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലൊക്കെ വ്യത്യാസം വരാറുണ്ട്. റീക്ലാസിഫയബിൾ ആണെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ ഏതാണ് ഡിസ്കണ്ടിന്യൂവേഷൻ്റെ സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസിലേക്കാണ് കൊണ്ടുപോവുക. നേരെ മറിച്ച് നമുക്ക് റീക്ലാസിഫയബിൾ അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ വരുന്ന ഒരു മൂവ്മെന്റ് പോലെയേ അതിന്റെ ഇമ്പാക്ട് വരുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ചില ചേഞ്ചസ് ഒക്കെ നമുക്ക് ആ സ്റ്റാൻഡേർഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ പഠിക്കാനായിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ റീക്ലാസിഫയബിൾ ആണോ അല്ലയോ എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് തറവായിരിക്കണം. അത് ഒരു ഐറ്റം റീക്ലാസിഫയബിൾ ആണോ അല്ലയോ എന്നുള്ളതും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ല, അതും ക്ലിയർലി ഡിഫൈൻഡ് ബൈ റെസ്പെക്റ്റീവ് സ്റ്റാൻഡേർഡ് ആണ്. അത് റീക്ലാസിഫൈ ചെയ്യുന്നതാണോ അല്ലയോ, എന്താണ് യൂസേഴ്സിന് മോർ റെലവൻറ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഈ റെലവൻസ്, ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ഇത് രണ്ടും കൺസിഡർ ചെയ്തുകൊണ്ടാണ് റീക്ലാസിഫൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് എടുക്കുക. അതിൻ്റെ ബേസിസിലാണ് റീക്ലാസിഫയബിൾ ഓർ നോൺ റീക്ലാസിഫയബിൾ എന്ന് റെസ്പെക്റ്റീവ് സ്റ്റാൻഡേർഡ് പറയുക. ഇനി അപ്പോൾ ഇങ്ങനെ ഒരു ഒ സി കോമ്പോണന്റ് വന്നാൽ ഒ സി കോമ്പോണന്റ് എങ്ങനെയാണ് ഫിനാൻഷ്യൽസിൽ കാണിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ് ഒ സി കോമ്പോണന്റ് ഇൻഡേഴ്സ് പ്രകാരം കാണിക്കേണ്ടത്. നമുക്ക് ബേസിക്കലി എന്താണ് IFRS ആണെങ്കിൽ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിന് 2 സെക്ഷൻ ആയിട്ട് കാണിക്കാം എന്ന ഓപ്ഷൻ ഉണ്ട്.
ഒരു ചേഞ്ച് വിച്ച് ഡസ് നോട്ട് റിസൾട്ട് ഇൻ കാർവ് ഔട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ചേഞ്ച് കൊണ്ടുവന്ന് ഇൻഡേഴ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിലൊരു ഓപ്ഷൻ റിമൂവ് ചെയ്തു, സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് അപ്രോച്ച് റിമൂവ് ചെയ്തു. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ 2 സെക്ഷൻ ആയിട്ടാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡും ഒ സിയും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കാണിക്കാൻ പറ്റുക. അതെങ്ങനെ വേണം എന്നുള്ളത് പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ 3 ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഫോർമാറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ അതർ കോംപ്രഹെൻസീവ് ഇൻകത്തിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് കാണിക്കും. ഐറ്റംസ് വിച്ച് വിൽ ബി റീക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ് ആയിട്ടുള്ള ഒ സി എലമെന്റ്സ് ഏതൊക്കെ, അതിന്റെ ടാക്സ് ഇഫക്റ്റ് എത്ര, ഐറ്റംസ് വിച്ച് വിൽ നോട്ട് ബി റീക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ് ഏതൊക്കെ, അതിന്റെ ടാക്സ് ഇഫക്റ്റ് എങ്ങനെ, അങ്ങനെ റീക്ലാസിഫയബിളും നോൺ റീക്ലാസിഫയബിളുമായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്ത് കാണിക്കണം. അതിന്റെ ടാക്സ് ഇഫക്റ്റും സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇൻഡേസ് 1 അതുപോലെ തന്നെ ഷെഡ്യൂൾ 3 ഗൈഡൻസ് നമ്മൾ നോക്കിയാൽ ഇതിന്റെ പ്രസന്റേഷൻ റിക്വയർമെന്റ്സ് വരിക. ഇങ്ങനെ നമ്മളുടെ ഒ സി കോമ്പോണൻസിനെ ഫിനാൻഷ്യൽസിൽ കാണിക്കും. ഇതാണ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. അപ്പോൾ അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്നുള്ളത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് സമ്മറൈസ് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇൻകം എക്സ്പെൻസിന്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്ന ചില ഐറ്റം ഉണ്ട്, പക്ഷെ അത് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ് ഡിറ്റർമിനേഷനിൽ എടുക്കുന്നത് അപ്രോപ്രിയേറ്റ് അല്ല എന്ന് സ്റ്റാൻഡേർഡ് സെറ്റേഴ്സിന് തോന്നിയത് കൊണ്ട് അവന് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ, പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ് അകത്ത് വഴി അല്ലാതെ കാണിക്കാൻ റിക്വയർ ചെയ്യുകയോ പെർമിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഐറ്റംസ് അതെല്ലാം കൂടി കളക്റ്റീവായിട്ട് കാണിക്കാനായിട്ടുള്ള ഒരു ഹെഡാണ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. അതായത് ഡയറക്റ്റ് റിസർവ് അഡ്ജസ്റ്റ്മെന്റ് പോലെ നേരത്തെ ചെയ്തിരുന്ന ഐറ്റം, അങ്ങനെയുള്ള ഇൻകം ഓർ എക്സ്പെൻസ്, അങ്ങനെയുള്ള ഐറ്റം ഒരു സ്പെസിഫിക് സ്ഥലത്ത് ഒന്നുകൂടി എടുത്ത് പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു അഡീഷണൽ പ്രസന്റേഷൻ സെക്ഷൻ മാത്രമാണ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. അപ്പോൾ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി 1-2 ചെറിയ MCQ ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിക്കുകയും, ആസ് പെർ ഇൻഡേസ് who determines whether a particular item of income or expense is to be recognized in OCI? മാനേജ്മെന്റ് ആണോ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആണോ, സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് ആണോ, ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണോ? ആരാണ് ഒ സിയിൽ ഒരു ഐറ്റം വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുക? സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് ഓരോ റെസ്പെക്റ്റീവ് ഇൻഡേഴ്സ് പ്രകാരമാണ്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐറ്റം ഇസ് നോട്ട് എലിജിബിൾ ഫോർ റീക്ലാസിഫിക്കേഷൻ ടു പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ ഇൻഡേസ്? ഇൻഡേസിൽ താഴെ പറയുന്നതിൽ റീക്ലാസിഫയബിൾ അല്ലാത്ത ഒ സി കോമ്പണന്റ് ഏതൊക്കെയാണ്? ഗെയിൻ ഓൺ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് അറ്റ് എഫിറ്റി ഒ സി ഐ, അത് റീക്ലാസിഫയബിൾ ആണ്. ഗെയിൻ ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് അറ്റ് എഫിറ്റി ഒ സി ഐ, അതെന്താണ്? നോൺ റീക്ലാസിഫയബിൾ ആണ്. എക്സ്ചേഞ്ച് ഡിഫറൻസ് ഓൺ ഫോറിൻ കറൻസി ബോറോയിങ്സ് റീക്ലാസിഫയബിൾ ആണ്. എഫക്റ്റീവ് ഗെയിൻ ഓൺ ക്യാഷ് ഫ്ലോ ഹെഡ്ജ് അതും റീക്ലാസിഫയബിൾ ആണ്. അപ്പോൾ ഏതാണ്? ബി ആണ് കറക്റ്റ് ആൻസർ. റീക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്ത ഇക്വിറ്റി ഇൻസ്ട്രുമെന്റിന്റെ എഫിറ്റി ഒ സിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഗെയിൻ ഓർ ലോസ് ആണ്. ഇനി ആക്ച്വറിയൽ ഗെയിൻ ഓർ ലോസ് അണ്ടർ ഇൻഡേസ് 19 അത് പ്രോഫിറ്റ് ഓർ ലോസിൽ റെക്കഗ്നൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ തെറ്റാണ്. നമുക്ക് ഒ സിയിൽ എടുത്ത് റീക്ലാസിഫൈ ചെയ്യും എന്ന് പറഞ്ഞാലും തെറ്റാണ്. ഓക്കെ, റെക്കഗ്നൈസ്ഡ് ഇൻ ഒ സി ഐ ആൻഡ് നെവർ റീക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ് ശരിയാണ്. ഇനീഷ്യലി ഒ സി ഐ ദെൻ അമോർട്ടൈസ് ടു പി ആൻഡിലാണ് 4ാമത്തെ ഓപ്ഷൻ. അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഏതാണ്? ഒ സിയിൽ റെക്കഗ്നൈസ് ചെയ്യും, അത് നോൺ റീക്ലാസിഫയബിൾ ആണ്, അതാണ് 3ാമത്തേതിന്റെ ആൻസർ വരിക. ഇനി an entity holds debt instruments classified at FETOC. Debt instrument at FETOC ഉണ്ട്. Upon disposal, cumulative gain previously recognized in OCI, reversed through OCI, remain in equity, recycled to profit or loss, adjusted through retained earnings. അപ്പോൾ ഇവിടെ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ത്രൂ FETOC ആണ്. ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ത്രൂ FETOC ആകുമ്പോൾ എന്താണ്? ഇത് റീക്ലാസിഫയബിൾ ആണ്. റീക്ലാസിഫയബിൾ ആവുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്താ? ഇറ്റ് വിൽ ബി റീസൈക്കിൾ ടു പ്രോഫിറ്റ് ഓർ ലോസ്. നേരെ മറിച്ച് ഇത് ഡെറ്റിന് പകരം ഇക്വിറ്റി ആയിരുന്നു നമുക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇക്വിറ്റി ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അത് നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോയേനെ. ഇതായിരിക്കും അവിടെ ആൻസർ വരിക. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? എൻറ്റിറ്റീസ് ക്യാൻ ചൂസ് ടു ക്ലാസിഫൈ എനി ഐറ്റം അണ്ടർ ഒ സി ആണോ? അല്ല. ഓക്കെ, എൻറ്റിറ്റി അല്ല ചൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത്. ഓൾ ഒ സി ഐറ്റംസ് ആർ ഇവൻച്വലി ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ഓർ ലോസ് അല്ല. നമുക്ക് ഓരോ ഒ സി ഐറ്റംസും ചിലപ്പോൾ പി ആൻഡ് എല്ലിലേക്ക് റീക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് റീക്ലാസിഫൈബിൾ അല്ലാത്തത് റീറ്റെയിൻഡ് ഏർണിങ്സിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. ലാസ്റ്റിൽ നോക്കിയാൽ റീവാലുവേഷൻ സർപ്ലസ് ഇസ് ഓൾവേസ് റീക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ്. റീവാലുവേഷൻ സർപ്ലസ് ഒരിക്കലും റീക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്ത ഐറ്റമാണ്. ഇനി സി നോക്കിയാൽ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് OCI classification is governed by relevant Ind-AS and not at the discretion of the entity. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ Ind-ASലെ വളരെ ബേസിക് കോൺസെപ്റ്റ് ആണ്, പക്ഷെ കൺഫ്യൂസിംഗ് ആയിട്ട് പലർക്കും തോന്നുന്ന ഒരു കോൺസെപ്റ്റായ കോൺസെപ്റ്റ് ഓഫ് അതർ കോംപ്രഹെൻസീവ് ഇൻകം.
ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഒരു നമുക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏതാണ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് FR റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ FR റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളുടെ വാട്സപ്പ് ചാനലുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.